ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട ഈ ഒരു റെഫറൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ലീവ്സ് നമ്മൾ ഇതുപോലെ ഞാൻ പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ സീം അലവൻസ് ആണ് ഞാൻ സൈഡിലേക്ക് മടക്കി വെക്കുന്നത്. സീം അലവൻസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. നമ്മളുടെ കറക്റ്റായിട്ടുള്ള കൈയുടെ വിഡ്ത്ത്, നമ്മളുടെ ലെങ്ത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടത്തുള്ള വിഡ്ത്ത് മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 ഫ്ലവറിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ലീവ്സിന് വേണ്ടത് ജസ്റ്റ് വിഡ്ത്ത് മാത്രം മതി. ഇങ്ങനെ ഇത് പാറ്റേൺ ഇങ്ങനെ കട്ട് ചെയ്യണം എന്നില്ല. ഞാൻ ഓൾറെഡി ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. എന്നിട്ട് 2 സൈഡും ആ ഒരു ലെവലിൽ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു വീതി മാത്രം മതിയാവേ. അപ്പം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പാർട്ടും കൂടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കിനി പാറ്റേൺ വരച്ചെടുക്കാം. ഞാൻ സെൻറ്റർ പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് താഴേന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പാറ്റേൺ എടുത്തിട്ട് നമ്മളുടെ കാർബൺ പേപ്പർ വെച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിലും വരച്ചെടുക്കാവേ. ഇതിപ്പോൾ ട്രേസിങ് പെന്നാണ് കേട്ടോ. മറ്റേ ഹീറ്റ് റെസിസ്റ്റബിൾ പെന്നില്ലേ, അങ്ങനെ എന്തോന്ന് പറയുന്നത്, ആ പെന്നാണേ. ഇത് 8 രൂപയാണ് കേട്ടോ. നമ്മളുടെ സൂര്യയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഒരു സൈഡ് വരച്ച് കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ ഇത് തീർന്നു. 2 സ്ലീവ്സ് വരച്ചപ്പോഴേക്കും സംഭവം തീർന്നു കേട്ടോ. പെട്ടെന്ന് തീരും. അപ്പോൾ ഓക്കെ, ഇതിങ്ങനെ ഫുള്ള് വരച്ചെടുത്ത് ഇങ്ങനെ ഡ്രൈ ആകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വൈറ്റ് കളർ അറിയാൻ പറ്റുന്നത്. കണ്ടോ, ഈ പെണ്ണ് ഇത്രയും ഉണ്ടായിരുന്നു. ഇത് ഒരു സ്ലീവ് വരച്ചെടുത്തപ്പോഴത്തേനും പകുതി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് 2 സ്ലീവിന് എനിക്കത് ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് 2 സ്ലീവിനായപ്പോഴേക്കും അത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ എടുക്കുന്നത് സ്വീക്കൻസ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കട്ട് ബീഡ്, ഗ്ലാസ് ബീഡ്സിലെ കട്ട് ബീഡ് അതാണ് കേട്ടോ എടുക്കുന്നത്. ഇത് BBCയുടെ കട്ട് ബീഡാണെന്നേ. 345 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരുള്ള സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഫെജി എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് 40 രൂപയ്ക്ക് ഒരു ചെറിയ പാക്കറ്റായിട്ട് നമുക്കിങ്ങനെ ഇത് ലൂസായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ച ഒരു സ്റ്റോൺ ബീഡ്സാണ് ഇത്. കുന്തൻ ബീഡ് എന്നൊക്കെ പറയും, സ്റ്റോൺ ബീഡാണ് കേട്ടോ അത്. ഇനി നമുക്കിതിൽ ലോഡ് ചെയ്തിട്ട്, ഞാനിപ്പോൾ വുഡൻ നീഡിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബീഡ്സ് ലോഡ് ചെയ്തിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോരോ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഞാൻ നീഡിൽ ത്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഓരോ സ്റ്റിച്ചായിട്ട് ഓരോ ബീഡ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അതിലേക്ക് ഓരോ ബീഡ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ബീഡ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത്യാവശ്യം ഇത്തിരി സമയം എടുക്കുമെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. കാരണം നമുക്കിതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഓരോ ബീഡ് വെച്ചിട്ട് ലോഡ് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ഓരോ ബീഡ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, അത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം അങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള വർക്കാണ്. ആദ്യമായിട്ട് ചെയ്യണവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു വർക്കാണ്. പിന്നെ ഇതുപോലെ അപ്പോൾ ഒത്തിരി ഫ്ലവറായിട്ട് നിങ്ങൾ എടുക്കണ്ട. അപ്പോൾ കുറച്ച് മടുപ്പായി പോവും. കുറച്ചായിട്ടുള്ള വല്ല 2 3 വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും പിന്നെ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നടുക്ക് സ്വീക്കൻസിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ. കാരണം അത് എത്ര ക്ലാരിറ്റിയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ത്രെഡ് അടിയിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഒരു സ്വീക്കൻസ് വെക്കുക, ഒരു കുട്ടി സ്റ്റിച്ച് ചേർത്തൊരു കുട്ടി സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ ഒരു ചെറിയ സ്റ്റിച്ചും കൂടെ കൊടുക്കുക, പിന്നെയും ത്രെഡ് മേളിലേക്ക് എടുത്തിട്ട് അവിടെ ഒരു കുട്ടി സ്റ്റിച്ചും കൂടെ കൊടുക്കുക, സ്വീക്കൻസ് ഇടുക, പിന്നെ ഒരു സ്റ്റിച്ച് ചെയ്യുക. പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിത് വീഡിയോ വേണമെന്നാണെങ്കിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വേറെ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്വീക്കൻസ് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് നമ്മളൊരു സ്റ്റോൺ ഒട്ടിക്കുകയാണ് കേട്ടോ.
ആ ക്ലിപ്പ് കട്ടായി പോയതാണ് കേട്ടോ. അത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ഏത് ഗ്ലൂ ആണോ എടുക്കുന്നത്, ഒന്നെങ്കിൽ ഫാബ്രിക് ഗ്ലൂ എടുക്കാം, അല്ലെന്നാണെങ്കിൽ B7000 9000 അങ്ങനത്തേക്കുള്ള ഒരു ഇതുമുണ്ട്, അങ്ങനത്തെ ഉള്ളൊരു ഗ്ലൂവും ഉണ്ട് കേട്ടോ. അതും കുറച്ചും കൂടെ നല്ലതായിരിക്കും, നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുമേ സംഭവം. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഡ് നടുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മളുടെ സ്ലീവ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ലീവ്സ് വരുന്നത്. ഇത് വെച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചുരിദാർ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാവേ. അടുത്തൊരു ഷോർട്ടായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, സംഭവം ഇത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോ ഇങ്ങനെ ഡിലേ ആയി പോകണതുകൊണ്ടാണ് കേട്ടോ വേഗം തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ടിട്ടത്. അപ്പോൾ ഇഷ്ടമായാലും എന്താണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. താങ്ക് യു.